Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, എല്ലാവർക്കും good afternoon. Okay, നമുക്ക് start ചെയ്യാം. Okay. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. നമ്മള് ജനറൽ പ്രോബ്ലംസ് അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അതായത് ഇന്നലെ 2 പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സും മറ്റൊന്ന് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അങ്ങനെ 2 കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയാനായിട്ട് തുടങ്ങുവാണ്. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. After patients receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicines. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മെഡിസിൻ റൂമിലെ ദീർഘമായിട്ടുള്ള, അതായത് ലോങ് ടൈം എടുത്തുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പ് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും രാവിലെ ക്യൂ ഒക്കെ നിന്ന് ചീട്ടൊക്കെ എടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ക്യൂ നിന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത്. പക്ഷെ അതിനേക്കാളും വലിയ തിരക്കായിരിക്കും അവിടെ ഫാർമസിയിൽ അവിടെ ഉണ്ടാവുക. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണ് അല്ലെ? രോഗികള് ക്ലിനിക് കൗണ്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ സ്വീകരിച്ചതിന് ശേഷം നേരിട്ട് മെഡിസിൻ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ഫീസ് അടച്ചിട്ട് മെഡിസിൻ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറേയധികം നേരമാണ് നമ്മൾ അവിടെ നിൽക്കുക. കാരണം പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രിസ്ക്രിപ്ഷൻസ് അവിടേക്ക് വരിക അല്ലെ? അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുറേയധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. അപ്പൊ എല്ലാ രോഗികളും വരുന്നത് മെയിൻ ആയിട്ടുള്ള ഫാർമസിയിലേക്കാണ്. നമ്മൾക്ക് ചിലപ്പോ നമ്മുടെ ഡോക്ടറിന്റെ റൂമിന്റെ അവിടെ അത്രയും തിരക്കുണ്ടാവണമെന്നില്ല. പക്ഷെ ഫാർമസിയിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു ഫാർമസിയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ കുറേയധികം തിരക്കുണ്ടാകും. നമ്മൾ കുറേയധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു ജനറൽ പ്രോബ്ലം ആണ്. പൊതുവായിട്ട് നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന ഒരു പ്രശ്നമാണെന്ത്? ഈ ഒരു മെഡിസിൻ മുറിക്ക് മുന്നിലുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് ആണ്. എന്താണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്? അതായത് സൗകര്യങ്ങളുടെ കുറവാണ്. പല ആശുപത്രി OPDകളിലും വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലെ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, മതിയായ സൗകര്യങ്ങളോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ നിന്ന് എന്ത് തരുന്നില്ല, പ്രൊവൈഡ് ചെയ്തു തരുന്നില്ല അല്ലെ? ചില ഹോസ്പിറ്റലൊക്കെ. വോയിസ് ക്ലിയർ അല്ലേ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? തസ്നിയുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ബാക്കി എല്ലാവർക്കും ഒക്കെയാണ്.
ഹരിതയ്ക്കും പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പൊ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്താണ്? സൗകര്യങ്ങൾക്കുള്ള കുറവ്. അതായത് നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോ എന്താ പറയാ ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ ബേസിക് ആയിട്ടുള്ള ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ പല പല കാര്യങ്ങളിലുള്ള കുറവ് നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. ദാറ്റ് ഈസ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഒരു ഹോസ്പിറ്റലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു തരത്തിലുള്ള കുറവുകൾ ചിലപ്പോ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു ജനറൽ പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് insufficient training of medical personnel concerning ambulatory care. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആശുപത്രിയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കുന്നില്ല. അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ പല ആശുപത്രികളിൽ ചെല്ലുമ്പോൾ കാണാറുള്ള ഒരു കാര്യമാണ്. അതായത് ചിലപ്പോ അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തത് അല്ലെ, നമുക്ക് എക്സ്പീരിയൻസിലുള്ള കാര്യമല്ലേ? എല്ലാ സ്റ്റാഫുകളും എല്ലാ ഹോസ്പിറ്റലിലെയും എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത്? അല്ല. ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നല്ല രീതിയിലുള്ള ബിഹേവിയർ ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാറില്ല. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ റിസപ്ഷനിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ കുറെ അധികം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ചില ജോലിക്ക്. അതായത് അങ്ങനെ നിർത്താറില്ല. ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ ഒരു 3 മാസത്തെ കൂടെ ഇരുത്തി പഠിപ്പിച്ചിട്ടാണ് അവരെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് വിടുക ഓരോ കാര്യങ്ങളും റിസപ്ഷൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ. അപ്പോ ഒരു പുതുതായിട്ടൊരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാല് അവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചില്ലെങ്കിൽ അത് രോഗികൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ. അതായത് ഒരു രോഗി ഇപ്പൊ രജിസ്ട്രേഷന് വേണ്ടി വരുമ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ ചിലപ്പോൾ ആ രോഗി പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ അഡ്രസ്, ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് സ്പീഡില് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനോ ഫീഡ് ചെയ്യാനോ ഒന്നും സാധിക്കാതെ വരും. പിന്നെ ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. അപ്പൊ ഇതെന്താണ്? വേണ്ടത്ര പരിശീലനം കിട്ടാത്തതുകൊണ്ടാണ്. അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. ഒരു പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുമല്ലേ നമ്മള്. അതായത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള കാലയളവിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് അവരെ നമുക്ക് നല്ല രീതിയിൽ അവരെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണെന്നാണ് കേട്ടോ. ഇതൊരു ജനറൽ പ്രോബ്ലം ആണ്. പിന്നെ അവിടെയുള്ള ആളുകളായാൽ പോലും, അതായത് അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, കുറെ നാള് ജോലി ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. അവർക്ക് പുതിയ പുതിയ മെത്തേഡുകൾ, അതായത് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവരുന്ന പുതിയ പുതിയ മെത്തേഡുകളെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാത്തതും ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് അല്ലെ. ഇപ്പോഴും പഴയ രീതി പിന്തുടരുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ ഉണ്ട് ഇല്ലേ? നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവുമല്ലോ പഴയ രീതി പിന്തുടരുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അവിടെയൊക്കെ എന്താണ്, പുതിയ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇത് യൂസ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്ത് കൊടുത്തിരിക്കണം? പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിരിക്കണം അല്ലെ. അപ്പോ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാത്തത് എന്താണ്? ഒരു OPD-യിലെ ഒരു ജനറൽ പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രെയിനിങ് കൊടുക്കേണ്ടത്. പക്ഷെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ. അടുത്തത് എന്താണ്? 6th one ആണ് കേട്ടോ. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communication and inadequate understanding of their demands. അത് നമുക്കൊന്ന് നോക്കാൻ പറ്റാണ്. അതായത് നല്ല രീതിയിലല്ലാത്ത പരിചരണം, ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. അതായത് രോഗികൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നില്ല. പുവർ കമ്മ്യൂണിക്കേഷൻ, മോശം ആശയവിനിമയം. അതുപോലെ തന്നെ ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്, രോഗികളുടെ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത്. അപ്പൊ ഈ 3 കാര്യങ്ങളും OPD-യിലെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നല്ല രീതിയിലല്ലാത്ത പരിചരണം, 2 മോശം ആശയവിനിമയം, 3 ശരിയായ രീതിയിൽ
പേഷ്യന്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുക. അതായത് രോഗികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ടതുണ്ട്. കെയർ കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു രോഗിയെ ഭയങ്കര ആവശ്യതയായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, മാക്സിമം കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്താണ്, അതൊരു പ്രശ്നമായിട്ട് മാറും. അതുപോലെ തന്നെ ആളുകൾ വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആശയവിനിമയം, മിണ്ടാതിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തത് കൊണ്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാൾ പറയുമ്പോൾ മറ്റേയാൾ വഴക്കിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. ചൂടാവുക, ദേഷ്യപ്പെടുക, ഇതൊക്കെ എന്താണ്, പുവർ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ രോഗികളുടെ ആവശ്യങ്ങൾ, അവരുടെ ഡിമാൻഡ്സ് മനസ്സിലാക്കാതിരിക്കുക. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പോൾ അവര് പറയുന്ന കാര്യങ്ങളാണ് ആര് കേൾക്കേണ്ടത്, ആ ഹോസ്പിറ്റൽ അതോറിറ്റി കേൾക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും എന്താ പറയാ സാധിച്ചു കൊടുക്കണം എന്നല്ല പറയുന്നത്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഡിമാൻഡില് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അത് കേൾക്കാനായിട്ട് ചെയ്തു കൊടുക്കുക. അല്ലാതെ പറയുന്നതിന്റെ ഇടയിൽ കയറി പറയുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലില് OPD-യിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുവർ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ രോഗികളെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് കേൾക്കാനുള്ള കാര്യങ്ങളും ഒന്നും തന്നെ എവിടെ നടക്കുന്നില്ല, ഹോസ്പിറ്റലിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഹോസ്പിറ്റലുകളിലുണ്ട്. ഓക്കെ, then ഏഴാമത്തെ പോയിന്റ്, an organizational structure geared to traditional preference and needs of the providers. ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുപോകുക, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഇതിനെയാണ് ആ ഏഴാമത്തെ പോയിന്റ് പറയുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു, ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പണ്ടുണ്ടായിരുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു പോരുന്നത്. കമ്പ്യൂട്ടറുകളില്ലാത്ത ഹോസ്പിറ്റലുകളുണ്ട്, ഉണ്ടാവും, നിങ്ങളുടെ ചുറ്റിനൊക്കെ ഉണ്ടാവും. കമ്പ്യൂട്ടറുകളില്ലാത്ത ഹോസ്പിറ്റൽ ഉണ്ടാവും, ഉണ്ട്. അതെ, ഇപ്പോഴും ഫയൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെച്ച് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ജസ്റ്റ് നമ്മൾ OP നമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഫയല് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. കാരണം അത് പിന്നെ തേടി പിടിച്ച് വരുമ്പോഴത്തേനും ഡോക്ടർ അവിടെ നീറ്റ് പോകും. അത്രയും ഫയലുകളൊക്കെ കുന്നുകൂടി കിടക്കുന്നത് കാണാം. ചില ക്ലിനിക്കുകളിൽ ചെല്ലുമ്പോൾ, ചില ചെറിയ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമോ മറ്റോ ഇല്ലെങ്കിൽ എന്തുണ്ടാവാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കയ്യിൽ നിന്ന് OP ചീട്ട് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ആ OP നമ്പർ മറന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പുതിയത് എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പഴയ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർക്ക് അറിയാനും സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതി പിന്തുടർന്നു പോകുന്നുണ്ട്. അവര് മാറ്റത്തിന് തയ്യാറല്ല. അതായത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പുതിയ പുതിയ മെത്തേഡുകൾ, അതെ, പുതിയ പുതിയ മെത്തേഡുകളിൽ അവര് ഇപ്പോഴും അതിനെ ഫോളോ ചെയ്യുന്നില്ല. പഴയ രീതി തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, എട്ടാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഓക്കെ, അതായത് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനെ തടയുന്ന രീതിയിലുള്ള എന്താ പറയുക, പ്രിവെൻഷൻ മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ടോക്കൺ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ ഒന്നും തന്നെ പ്രാക്ടീസ് ചെയ്യാതെ പഴയ രീതിയിൽ നിൽക്കുന്നതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. പുതിയ മാറ്റത്തിനോട് എവിടെ, അതായത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആ ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അതിനോട് എന്താ പറയാ, എതിർപ്പ് പ്രകടിപ്പിക്കുക. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കണ്ടുവരുന്ന ഒരു ഇതാണ്, ചില ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാകും. സീനിയർ സ്റ്റാഫിന് പുതിയ പുതിയ മെത്തേഡിനോടും
പുതിയ രീതികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ടാകാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടാവില്ല, എന്നാലും കേട്ടുകേൾവി ഉണ്ടാകും ഇല്ലേ? സീനിയർ ആയിട്ടുള്ള, അതായത് ഇപ്പോഴും പഴയ രീതി പിന്തുടർന്ന് പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും പുതിയ മെത്തേഡ് കൊണ്ടുവരുമ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകും. അത് വേണ്ട എന്നുള്ള ഒരു ഇത് വരും അവർക്ക്. കാരണം എന്താ, അവര് പഴയ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെ എതിർക്കും. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഓക്കെ, കാരണം അവര് ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അത് തന്നെ ഫോളോ ചെയ്യാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? 8 പോയിന്റ് ഞാൻ പറഞ്ഞു. ഓക്കെയാണ്. Then next one, specific problems ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. സ്പെസിഫിക് പ്രോബ്ലംസ്. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. 13 പോയിന്റ് ആണുള്ളത്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ജനറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവായി കാണുന്നത്. സ്പെസിഫിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോ എന്താ പറയാ, അത്രയധികം പ്രോബ്ലം അല്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ OPD-യിൽ നമ്മൾ കാണാറുണ്ട്. അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. Okay, ഈ auxiliaries എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹെൽപ്പിംഗ് സ്റ്റാഫ് ആണ് കേട്ടോ, സഹായ ഉദ്യോഗസ്ഥരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഡോക്ടർമാരുടെ സഹായികളുണ്ട്, അവരുടെ ഡോക്ടേഴ്സിന്റെ ഓക്സിലറി സ്റ്റാഫുകളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകള്? ചില സമയത്ത് ഡോക്ടേഴ്സിന്റെ കൂടെ തന്നെ, നഴ്സ് അല്ല, അല്ലാതെ ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് സ്റ്റാഫുകളുണ്ട്, സപ്പോർട്ടീവ് സ്റ്റാഫുകൾ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ചില സമയത്ത്, അതായത് ഒരു രോഗി വന്നു കഴിയുമ്പോൾ ആ രോഗി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒന്ന് നോട്ട്, അതായത് അയാൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കാനൊക്കെ ഡോക്ടേഴ്സ് ഈ ഹെൽപ്പിംഗ് സ്റ്റാഫിനോട് പറയും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ, പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഹറി ആയിട്ട്, അതായത് വളരെയധികം ഫാസ്റ്റോട് കൂടിയിട്ടായിരിക്കും ആരെ എഴുതിയെടുക്കുന്നത്? ഈ ഹെൽപ്പിംഗ് സ്റ്റാഫ് എഴുതിയെടുക്കുന്നത് അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നത്.
അപ്പൊ ഈ നോട്ട് ചെയ്യുന്ന കാര്യത്തില് ചില കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ വരും ചില സമയത്ത്. അതായത് രോഗി പറയുന്ന കാര്യം വേറെ ആയിരിക്കും, ഇവര് നോട്ട് ചെയ്തിട്ടുള്ള കാര്യം വേറെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഡോക്ടർക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ ആ രോഗി? കാരണം ഡോക്ടർ നമുക്കറിയാം ധാരാളം രോഗികളെ കേൾക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവര് മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയിട്ടാണ് ഒരു രോഗിയെ പഠിക്കുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത്? എല്ലാവരുടെയും കാര്യങ്ങൾ മെമ്മറിയിൽ വരുമോ? എന്തിനാണ് നമ്മൾ ഫയൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഡോക്ടറിന്റെ മുമ്പില്? ആ ഫയല് കണ്ടാലാണ് ഡോക്ടേഴ്സിന് മനസ്സിലാവൂ ഇന്ന ആൾക്ക് ഇന്ന മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന്. അപ്പൊ ഇവരോട് നോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇവര് രോഗി പറയുന്ന കാര്യങ്ങളല്ല ഇവര് നോട്ട് ചെയ്യുന്നതെങ്കിൽ ഡോക്ടേഴ്സിന് അതിനകത്ത് കൺഫ്യൂഷൻ വരികയും ചിലപ്പോ മരുന്നുകൾ തന്നെ മാറിപ്പോകാനായിട്ട് കാരണമാവുകയും വരാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ട്. അതായത് ചില ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സ് തന്നെയായിരിക്കും നേരിട്ട് എഴുതുന്നത്. ചില ഹോസ്പിറ്റലിലാണെങ്കിൽ ഇവരുടെ കൂടെ ഇങ്ങനെ ഹെൽപ്പിംഗ് സ്റ്റാഫ് നിൽക്കും. അപ്പൊ അവരുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും മറ്റുള്ള കാര്യം ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. അപ്പോ ഇത്തരത്തില് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വ്യക്തതയില്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോ വേഗത്തിൽ, അതായത് തിരക്ക് പിടിച്ച് നോട്ട് ചെയ്യാതെ രോഗി പറയുന്ന കാര്യം വ്യക്തമായിട്ട് എഴുതിയെടുക്കാനുള്ളതാണ് ഇവരുടെ ജോലി. പക്ഷെ അത് പല ഹോസ്പിറ്റലുകളിലും നടപ്പിലാക്കുന്നില്ല. അതാണ് ആദ്യത്തെ സ്പെസിഫിക് പ്രോബ്ലം. ക്ലിയർ ആണോ? ഇവിടെ പറയുന്നുണ്ട് this creates inappropriate documentation. ഇത് inappropriate documentation കാരണമാകുന്നു. അതായത് റെക്കോർഡിക്കലി, അതായത് എന്താ പറയാ, നേരായ വിധത്തിലല്ലാതെയുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് പറയുന്നത്. അതായത് നല്ലൊരു രീതിയല്ല, ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആവില്ല ശരിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, auxiliary staff sometimes misbehave with the patients. ഓക്സിലറി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽപ്പിംഗ് സ്റ്റാഫ് ആണ്, സപ്പോർട്ടീവ് സ്റ്റാഫുകളാണ്. അവർ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനോട് മിസ്ബിഹേവ് ചെയ്യുന്നു, മോശമായി പെരുമാറുന്നു. അല്ലെ, നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറെക്കാളും ഭയങ്കര ഡിമാൻഡാണ് ആർക്ക്? ഈ ഹെൽപ്പിംഗ് സ്റ്റാഫിന്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട് അല്ലെ? അവരെക്കാളും ഭയങ്കര ഗമയാണ് അല്ലെ? ഡോക്ടേഴ്സാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, പക്ഷെ അവരെക്കാളും ഗമയാണ് ആർക്കുള്ളത്? ഹെൽപ്പിംഗ് സ്റ്റാഫുകൾക്കുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മളോട് മോശമായിട്ട്, നമ്മൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മളോട് മോശമായിട്ടുള്ള, ചിലപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്താ പറയാ, ഒരു മാതിരിയുള്ള സംസാരം, അങ്ങനെയുള്ള മോശം കളിയാക്കല്, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നമ്മളോട് അവർ കാണിക്കും. ഇതാണ് ഈ പറയുന്നത് ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, in absence of an appointment system, patients start accumulating even before office time starts, creating a long queue of patients even before the arrival of doctors. അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവത്തിൽ ഓഫീസ് സമയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രോഗികളുടെ വൻ തിരക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകും. ഓക്കെ, അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതായത് ഓഫീസ് സമയം എപ്പോഴാണോ ആരംഭിക്കുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? രോഗികളുടെ തിരക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ 8 AM OP ഓപ്പൺ ആണെങ്കിൽ, അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ 6 മണിക്ക് തന്നെ പേഷ്യൻസ് വന്ന് അവിടെ ക്യൂ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഇതിനോടനുബന്ധിച്ച് ആദ്യം വന്ന് ആരാണോ അഡ്മിഷൻ ടിക്കറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ OP ടിക്കറ്റ് എടുക്കുന്നത് അയാൾക്ക് മാത്രമായിരിക്കും ഡോക്ടറെ ആദ്യം കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണത്. കണ്ടിട്ടില്ലേ നിങ്ങള്? അവിടെ എന്തില്ല? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല അല്ലെ? OP എപ്പോഴാണോ ആരംഭിക്കുന്നത് ആ OP ആരംഭിക്കുന്നതിന് കുറച്ചു നേരം മുമ്പ് അല്ലെങ്കിൽ വളരെ ഏർലി മോർണിംഗ്, ചിലപ്പോൾ ചിലവർ 5 മണിക്കൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആദ്യം OP ടിക്കറ്റ് കിട്ടുന്നത്. അത് കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഡോക്ടർ വരുമ്പോഴത്തേനും അവരെ ആദ്യം കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ രോഗികളുടെ വൻ തിരക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്ക് ഈ OPDക്ക് മുന്നിൽ ഉണ്ടാകുന്നു. അത് ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ പോയിന്റ്,
interruption of consultation or investigation. അതായത് പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണമോ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്തതിലുള്ള തടസ്സം. അതായത് ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് ചില സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷനോ ഇൻവെസ്റ്റിഗേഷനോ കണ്ടെന്ന് വരില്ല. ചില സമയത്ത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യില്ല, നേരായ രീതിയിൽ കൺസൾട്ട് ചെയ്യില്ല. ശരിയാണോ? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? ആണോ? ആ അതെ. അതായത് നമ്മള് പറയും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവര് ജസ്റ്റ് അതൊക്കെ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സാധാരണ കോമൺ ആയിട്ട് എഴുതുന്ന മരുന്നുകൾ എഴുതും അല്ലെ. സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ എന്താണ്, അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ എന്താണ്, അത് എഴുതും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള മരുന്നുകളും കാര്യങ്ങളും എഴുതും. എന്നാലും ചിലപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റിനോ ഒരു എക്സ്റേക്കോ ഒന്നും നിർദ്ദേശിക്കില്ല. പിന്നെന്താ, വീണ്ടും വരുമല്ലോ. അതായത് മരുന്ന് കഴിച്ച് കുറവില്ലെങ്കിൽ രോഗി വീണ്ടും വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടറിന്റെ വീട്ടിൽ ചെന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ പരിശോധിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയാണ് നമ്മൾ ഭൂരിഭാഗം ഡോക്ടേഴ്സിനെ ഞാൻ അടക്കം കുറ്റം പറയുന്നതല്ല കേട്ടോ. ചില ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള രീതികൾ ഉണ്ട്. അപ്പോ രണ്ടാമത് രോഗി എന്ത് ചെയ്യും, വീട്ടിൽ ചെന്ന് കാണും. അപ്പോ പ്രോപ്പറായിട്ട് പരിശോധിക്കും, വേണമെങ്കിൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കും. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ OPD-യിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്. ആണോ? എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ ചിരിക്കുന്നത്? നേരായ രീതിയിലല്ലാതെയുള്ള കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ മതിയായ അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ ബ്ലഡ് ടെസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ എക്സ്റേ എഴുതാം. അത് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അല്ലെ? ആ ഓക്കെ, ഉണ്ടല്ലേ? ആ ശരി, ഇതാണ് ഒരു പ്രോബ്ലം. ദെൻ അഞ്ചാമത്തേതെന്ന് പറഞ്ഞാല് ലാക്ക് ഓഫ് പ്രൈവസി ആണ്. അതായത് സ്വകാര്യതയിലുള്ള അഭാവം. എങ്ങനെയാണ് പ്രൈവസി നഷ്ടമാകുന്നത് OPD-യില്? എങ്ങനെയാ? അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാല് രോഗികൾക്ക് പ്രൈവസി ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയി കിടക്കുക അല്ലെ, ഓപ്പൺ സ്പേസ്. അപ്പോ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയി കിടക്കുക, അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ പറയുമ്പോൾ മറ്റ് പേഷ്യൻസ് അത് കേൾക്കാനായിട്ട് ഇടവരിക. ഓക്കെ, അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പ്രൈവസി കിട്ടാതിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, അനാവശ്യമായിട്ട് മറ്റ് സ്റ്റാഫുകള് പേഷ്യൻസിന്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ എന്താണ്, ലാക്ക് ഓഫ് പ്രൈവസിയാണ്. ഓക്കെ, അപ്പോ പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും പ്രൈവറ്റ് ആയി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞു, ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയി കിടക്കുക. ഇതുമൂലം രോഗിക്ക് അവിടെ പ്രൈവസി ഉണ്ടാകില്ല. ഓക്കെ, രണ്ടാമത്തത് ഹെൽത്ത് ഇഷ്യൂ പറയുമ്പോൾ, അതായത് ഓപ്പൺ സ്പേസ് ആണെങ്കിൽ, അതായത് ഡോറോ കർട്ടനോ ഒന്നും ഇല്ലാത്ത ഒരു റൂം ആണെങ്കിൽ ഒരു ഡോക്ടർ, അതായത് ഒരു രോഗി ഡോക്ടറോട് ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ മറ്റു രോഗികള് ഇത് നോക്കി നിൽപ്പുണ്ട്, കാരണം അവർ ക്യൂവിൽ നിൽക്കുമായിരിക്കും. അപ്പൊ നോക്കി നിൽക്കുന്നുണ്ട്, അപ്പൊ ഇതിങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കും, എന്താണ് അവർ പറയുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ഹെൽത്ത് ഇഷ്യൂസ് മറ്റു പേഷ്യൻസ് കേൾക്കാനായിട്ട് ഇടവരിക. അതുപോലെ തന്നെ ചില സമയത്ത് സ്കാൻ ചെയ്യുന്ന റൂമുകള്, ഇഞ്ചക്ഷൻ എടുക്കുന്ന റൂമുകള്, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓപ്പൺ ആയിട്ട് കിടക്കാറില്ലേ. അപ്പോ അതും എന്താണ്, പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, അതായത് അവിടെയുള്ള സ്റ്റാഫുകള് കൂടുതലായിട്ട് പേഷ്യന്റിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാൻ കാരണം, അങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാഫുകൾ ചോദിക്കാറുണ്ട്. അതും പേഷ്യന്റിന്റെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യുക. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനും ഒരു പേഷ്യന്റിനും മാത്രം കൈകാര്യം ചെയ്യുന്ന, അവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്. അത് മൂന്നാമതൊരാൾ വന്ന് ആക്സസ് ചെയ്യുകയും അയാളുടെ വിവരങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുകയും ചെയ്യുന്നത് അത് പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഹോസ്പിറ്റലിന്റെ ഇതനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ലാക്ക് ഓഫ് പ്രൈവസി. ഓക്കെ,
നെക്സ്റ്റ് 6th പോയിന്റ് ആണ് ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഡോക്ടർമാരുടെ, അതായത് വായിക്കാൻ പ്രയാസമായിട്ടുള്ള ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ്. ശരിയാണോ? ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവാറുണ്ടോ നമുക്ക്? ഇല്ല. ചില ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതായത് പണ്ടത്തെ ചില ഡോക്ടേഴ്സ് ഉണ്ട്, അവർ എഴുതുന്ന കാര്യങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവണമെന്നില്ല. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ, എന്നാലും കുറച്ചു പേർക്ക് നമുക്ക് അറിയാൻ പറ്റും അവരെ എഴുതുന്നത് എന്താണെന്ന്. എന്നാലും ഭൂരിഭാഗം ഡോക്ടേഴ്സ് എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ക്ലിയർ ആകണമെന്നില്ല. അത് നമ്മൾ ഫാർമസിയിൽ ചെന്നാലാണ് അറിയുക അവർ എഴുതിയിട്ടുള്ളത് എന്താണെന്ന്, അല്ലെ? അവര് ഫാർമസിസ്റ്റ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് മരുന്നെടുത്ത് തരിക. ഓക്കെ, അപ്പോ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഡോക്ടർ എഴുതിയ കാര്യങ്ങൾ എന്താണ്, നമ്മളെ കുറിച്ചിട്ടല്ല ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് നമുക്കൊരു റൈറ്റ് ഉണ്ട്, പക്ഷെ നമുക്കത് വായിക്കാൻ എന്താണ് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്ക് വേറെ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോളിഫാർമസി ആണ് കേട്ടോ. ഈ പോളിഫാർമസി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പോളിഫാർമസി ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ, അറിയാവുന്നവര്? എന്താ പോളിഫാർമസി? അറിയില്ല. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗി ഒന്നിലധികം, അതായത് മൾട്ടിപ്പിൾ മെഡിസിൻസ് ഉപയോഗിക്കുന്നതിനെയാണ് പോളിഫാർമസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു രോഗി ഒന്നിലധികം, അതായത് കുറെ അധികം മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പോളിഫാർമസി എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ചില രോഗികൾ വരുമ്പോൾ അവർ ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിൽ, അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അവര് കുറെ അധികം ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഫിസിഷ്യനെ കാണിക്കും, ചിലപ്പോൾ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കും, ചില സമയത്താണെങ്കിൽ ENT കാണിക്കും. അപ്പൊ ഇവരൊക്കെ എഴുതുന്ന മരുന്നുകൾ ഡിഫറെന്റ് ആണ്. ഇതുകൊണ്ട് ഫാർമസിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് സംശയമാണ് ഉണ്ടാവുക. രോഗികൾക്കും സംശയം ഉണ്ടാവും, ഫാർമസിസ്റ്റിനും സംശയം ഉണ്ടാവും. പക്ഷെ രോഗികൾക്കാണ് എന്ത് ചെയ്യുക, കൂടുതൽ സംശയം ഉണ്ടാവുക. കാരണം ഇത് മേടിക്കുന്ന ഒരു വ്യക്തി എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് ഈ മരുന്നുകൾ കഴിക്കേണ്ടതെന്ന് യാതൊരു ധാരണയും ഉണ്ടാവില്ല. ഇത് കഴിച്ചാൽ വല്ല പ്രശ്നമാകോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ ആർക്കുണ്ടാകും, പേഷ്യൻസിന് ഉണ്ടാകും. അപ്പോ ഒരു രോഗി ഒന്നിലധികം മരുന്ന് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാല് സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലെ? നമ്മൾക്ക് പേടിയാവില്ല. കുറെ മരുന്നുകൾ, ഒരു പ്രിസ്ക്രിപ്ഷനിൽ 5 മരുന്ന് എഴുതിയിരിക്കുന്നു, വേറെ പ്രിസ്ക്രിപ്ഷനിൽ 3 മരുന്ന് എഴുതിയിരിക്കുന്നു. എല്ലാ പ്രിസ്ക്രിപ്ഷനിലും ഒരു നേരം, 2 നേരം, 3 നേരം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ രോഗിക്ക് സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ വരില്ലേ? നിങ്ങളാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ലേ? വല്ല പ്രശ്നം ഉണ്ടാവോ, ഇത് കഴിച്ചാൽ മരിച്ചു പോകുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? മരിച്ചൊന്നും പോവില്ല, എന്നാലും ഡോസേജ് കൂടിക്കഴിഞ്ഞാല് ചിലപ്പോൾ തളർച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം, അല്ലെ? അപ്പൊ നമുക്ക് കൺഫ്യൂഷനും ടെൻഷൻസും ഒക്കെ ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് പോളിഫാർമസി കേട്ടോ. Then 8ാമത്തെ പോയിന്റ് ആണ്, ഇത് നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അതായത് എന്താണ്, ക്യൂ പാലിക്കാറില്ല. ശരിയായി പാലിക്കാറുണ്ടോ ഹോസ്പിറ്റലുകളില്? ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് എടുക്കാം, ചില സമയത്ത് എന്താകാറുണ്ട്, പ്രോപ്പറായിട്ട് ക്യൂ നിൽക്കാറില്ല, അല്ലെ? ചിലവർ ഇടക്കിട്ട് കയറും, ചിലവർ ചാടും. അതായത് ലാസ്റ്റ് നിൽക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് എന്ത് ചെയ്യും, ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലോട്ട് വേഗം ഓടി പോകും, അല്ലെ? അപ്പൊ ചിലപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫുകൾ വന്ന് നോക്കും, എന്നിട്ട് അവരെ ക്യൂവിൽ നിർത്തും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, അവര് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവര് വന്നിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഒന്ന് ക്യൂവിൽ നിർത്തിക്കൊണ്ട് പോകും. വീണ്ടും അവര് തിരിച്ചു വരുമ്പോൾ പിന്നെ പല സ്ഥലത്തായിട്ട് ആളുകൾ നിൽക്കുന്നത് കാണാം. അപ്പൊ അവര് പിണങ്ങുന്നത് കേൾക്കാം, അല്ലെ? ഇടയിൽ കയറുന്ന ആളുകളുണ്ട്, അല്ലെ? കറക്റ്റ് ആയിട്ട്. അപ്പൊ ടോക്കൺ സിസ്റ്റം ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ ഡോക്ടർമാര് ടോക്കൺ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രോഗിയെ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് അറിയാം ഈ ടോക്കൺ ആണ്, ഈ രോഗിയാണ് വരേണ്ടത്. ഇനി ഇടയിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, പുറത്താക്കുന്ന ഡോക്ടേഴ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി അത് മൈൻഡ് ചെയ്യാത്ത ഡോക്ടേഴ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ചിലവര്, അതായത് ചില ഡോക്ടേഴ്സിന് ആ രോഗി വന്നു, നമ്മൾ മരുന്ന് എഴുതി കൊടുത്തു തിരിച്ചു പോയി, ആ ഒരു രീതിയിലാണ് കാണുക. ഏത് രോഗിയായാലും
അവർക്ക് കുഴപ്പമില്ല, ഇന്ന നമ്പർ ആണോ അല്ലെങ്കിൽ ഇത് ഇടക്കിട്ട് കയറിയ രോഗിയാണോ, അതൊന്നും ചില ഡോക്ടേഴ്സ് നോക്കാറില്ല. ചില ഡോക്ടേഴ്സ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലും സ്റ്റാഫുകളെ നിർത്തിയിട്ടുണ്ടാകും, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അവിടെ. അപ്പൊ അവിടെ നിർത്തി അവര് എന്തെങ്കിലും കാര്യത്തിനായിട്ട് ചിലപ്പോ ഒന്ന് മാറുമ്പോൾ അവരെന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഓരോ സ്ഥലത്തൊക്കെ ഇരുത്തും. അതായത് മെഡിക്കൽ കോളേജിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു റൂമിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 3-4 ഡോക്ടേഴ്സ് ഉണ്ടാകും. അപ്പൊ ഓരോ ഡോക്ടേഴ്സിനും ഓരോ പേഷ്യൻസ് ആയിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ഡോക്ടറെ കാണാനായിട്ട് 10 പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 പേഷ്യൻസിനെ അവർ സെപ്പറേറ്റ് ബെഞ്ചിൽ ഇരുത്തും. ഇനി വേറൊരു ഡോക്ടറെ കാണാനായിട്ട് ഒരു 10 പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ബെഞ്ചിൽ ഇരുത്തും. എന്നിട്ട് ഓരോ രോഗികളും നീങ്ങുന്നതിനനുസരിച്ച് ഇവരെ അകത്തേക്ക് ഇരുത്തും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി അവരൊക്കെ മാറിക്കഴിയുമ്പോൾ ഇവര് തമ്മിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ക്യൂ നല്ല രീതിയിൽ പാലിക്കുന്നില്ല എന്നാണ് മറ്റൊരു പ്രശ്നം കേട്ടോ. ഒമ്പതാമത്തെ പോയിന്റ്, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസീസ്. അതായത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകള് എല്ലായ്പ്പോഴും ഫാർമസിയിൽ ഉണ്ടാകില്ല. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എടുത്താൽ മതി. അതായത് ഡോക്ടർ നമ്മൾക്ക് എഴുതി തരുന്ന മരുന്നുകൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഈ പോകുന്നത്. അപ്പൊ ചില സമയത്ത് എന്ത് കിട്ടാറില്ല, ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ ഫാർമസിയിൽ ഉണ്ടാകാറില്ല. അപ്പൊ ഫാർമസിയിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യൂ നിൽക്കേണ്ടി വരും. കുറെ അധികം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് അവിടെ അടുത്തെത്തുമ്പോഴാണ് ഫാർമസിസ്റ്റിന്റെ കയ്യിൽ ചീട്ട് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഇവിടെ മരുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ആരായി, പൊട്ടന്മാരായി അല്ലെ. അപ്പൊ ആ ഒരു സ്ഥിതിയാണ് എവിടെയുള്ളത്, ഹോസ്പിറ്റലുകളിലുള്ളത്. ചില സമയത്ത് അവര് ഡോക്ടേഴ്സ് എഴുതുന്ന മരുന്നുകള് ഫാർമസിയിൽ ഉണ്ടാവില്ല, ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാവില്ല, നമ്മളത് പുറത്തു നിന്ന് മേടിക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് 9th പോയിന്റ്. ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. Then 11th പോയിന്റ് കേട്ടോ, യൂസ് ഓഫ് ദ ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് creates confusion to patients when different named medicines of the same genera are supplied to the patients. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി തോന്നാം. ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ പറയുന്നത് ഒരേ ജനസിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകള് സപ്ലൈ ചെയ്യുമ്പോൾ ഡോക്ടർമാർ മരുന്നുകളുടെ ട്രേഡ് നെയിം ഉപയോഗിക്കുന്നു. ഇതുകൊണ്ട് രോഗികളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരേ ജനസിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകൾ സപ്ലൈ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് മരുന്നുകളുടെ ട്രേഡ് നെയിം ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗികളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോ നമുക്ക് മരുന്നുകളെ 2 രീതിയിൽ തിരിക്കാം. ഒന്ന് ജനറിക് മെഡിസിൻ ആണ്, 2 ബ്രാൻഡ് മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ട്രേഡ് മെഡിസിൻ എന്ന് പറയാം. ഓക്കെ, ജനറിക് മെഡിസിൻ നമുക്ക് ആദ്യം പറയാം. എന്താണ് ജനറിക് മെഡിസിൻ? ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാല് ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നീണ്ട വർഷങ്ങൾ എടുത്ത് ഗവേഷണങ്ങൾക്കൊടുവില് ഭീമമായിട്ടുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കി എന്ത് ചെയ്യുന്നു, ഒരു മരുന്ന് നിർമ്മിക്കും. ഓക്കെ, സാധാരണ അങ്ങനെയല്ലേ. അതായത് ആദ്യമായിട്ട് ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് കുറെ നാളത്തെ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവില് വളരെയധികം കോടികളൊക്കെ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഗവൺമെന്റിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യും. എന്താ റിക്വസ്റ്റ് എന്തായിരിക്കും? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഒരു മരുന്ന്, ഇപ്പൊ ഇന്ത്യയിലുള്ളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിനോട് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? സെല്ലല്ല, സെല്ല് രണ്ടാമത് വരുന്നത്, ട്രേഡ് മാർക്ക് അല്ല, പേറ്റന്റ് ആണ്. പേറ്റന്റ് കേട്ടിട്ടുണ്ടോ? പേറ്റന്റ് എന്താ? അതായത് പേറ്റന്റ് വാങ്ങിക്കും. സാധാരണയായിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 20 വർഷത്തേക്കാണ് പേറ്റന്റ് വാങ്ങിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് 20 വർഷത്തേക്കാണ്. അതായത് ഈ പേറ്റന്റ് പ്രകാരം
ഈ ഒരു കമ്പനിക്ക് മാത്രമാണ് ഈ മരുന്ന് ഇന്ത്യയിൽ വിൽക്കാനും നിർമ്മിക്കാനും അവകാശമുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് പേറ്റന്റ്. അതായത് ഒരു കമ്പനി, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം ഇന്ത്യ ഗവൺമെന്റിനോട് പേറ്റന്റ് അവകാശപ്പെടുന്നു അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്നു. പേറ്റന്റ് ഇന്ത്യ ഗവൺമെന്റ് പേറ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഓതറൈസേഷൻ പേറ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അതായത് ഈ മരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നിർമ്മിക്കാനോ നിർമ്മിച്ചിട്ട് അത് സപ്ലൈ ചെയ്യാനോ പാടില്ല. അത് കണ്ടുപിടിച്ച കമ്പനി മാത്രമാണ്, അതിന് മാത്രമാണ് അവകാശമുള്ളത് കേട്ടോ. ആ മരുന്ന് വീണ്ടും ഉൽപ്പാദിപ്പിക്കാനും വീണ്ടും അത് സപ്ലൈ ചെയ്യാനും ആർക്ക് മാത്രമാണ് അവകാശമുള്ളത്? കണ്ടുപിടിച്ച കമ്പനിക്ക് മാത്രം. അപ്പൊ ഒരു 20 വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, ഈ പേറ്റന്റ് മേടിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, കുറെ നാളത്തെ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറെ നാളത്തെ ഗവേഷണങ്ങൾക്കും പിന്നെ കുറെ എമൗണ്ട് ഒക്കെ മുതൽ മുടക്കിയിട്ടാണ് ഇവർ ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ ഇവർക്ക് അതിന്റെ ലാഭം കിട്ടണ്ടേ? മുടക്കിയ മുതലെങ്കിലും ഇവർക്ക് തിരിച്ചു കിട്ടണ്ടേ? മറ്റുള്ള കമ്പനികള് ഇത് നിർമ്മിച്ച് അവര് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കത് കിട്ടുമോ? നിങ്ങൾ പറയൂ, കിട്ടുമോ? ഇല്ല. അപ്പൊ ഇവർക്കത് കിട്ടണം. അപ്പൊ ഇന്ത്യയില് ഇവരായിരിക്കണം ഇത് നിർമ്മിക്കേണ്ടതും വിറ്റഴിക്കേണ്ടതും. എന്നാൽ മാത്രം ഇവര് 100 കോടി മുടക്കിയിട്ടാണ് ഇവര് ഈ മരുന്ന് നിർമ്മിച്ച് ഇട്ടുള്ളതെങ്കിൽ ആ 100 കോടി എന്ത് ചെയ്യണം? ഇവർക്ക് തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഇവർക്ക് മാത്രമാണ് അതിന് അവകാശം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? ഇത് നിർമ്മിച്ച് സപ്ലൈ ചെയ്ത് ആ 100 കോടി ഇവർക്ക് കിട്ടുന്നത് വരെ ആ ഒരു കാലയളവാണ് 20 വർഷം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി 20 വർഷം കഴിഞ്ഞു, ഇവർക്ക് ഇതിന്റെ ലാഭം, അതായത് 100 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് 200 കോടിയോ 300 കോടിയോ കിട്ടിയേക്കാം. ഓക്കെ, അപ്പൊ 20 വർഷം കഴിഞ്ഞാൽ പേറ്റന്റ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഈ പേറ്റന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യാം? മറ്റ് കമ്പനികൾക്ക് ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ മറ്റ് കമ്പനികൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ട്രേഡ് മെഡിസിൻ ആയിട്ട് മാറുന്നു. ആദ്യത്തേത് ജനറിക് മെഡിസിൻ ആണ്. അതായത് എന്താണ് ഇപ്പൊ പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഒരു ഗുളിക, അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഇതിന്റെ ജനറിക് നെയിം ആണ്. എന്നാൽ ആ പാരസെറ്റാമോൾ തന്നെ വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡോളോ ആയി മാറുന്നു. വ്യത്യാസം മനസ്സിലായോ? കണ്ടന്റ് എന്താണ്? സെയിം ആണ്. പാരസെറ്റാമോൾ, അതായത് ഇപ്പൊ ഡോളോ ആയാലും പാരസെറ്റാമോൾ ആയാലും രണ്ട് മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് സെയിം ആണ്. പക്ഷേ മറ്റ് കമ്പനികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ പേരുകൾ മാറുന്നു. ഇതിനെയാണ് ട്രേഡ് നെയിം എന്ന് പറയുന്നത്. നെയിം മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു അസുഖമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോളിന്റെ ഗുളിക നമ്മൾക്ക് ആശുപത്രികളിൽ നിന്നൊക്കെ കിട്ടുന്നത്, ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഗുളിക, അത് ജനറിക് മെഡിസിൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ പേര് റൊസാസ്റ്റിൻ എന്നാണ്. ജനറിക് മെഡിസിൻ ആണത്. ഓക്കെ, പക്ഷെ ഈ കൊളസ്ട്രോളിന്റെ ഗുളികകൾ തന്നെ നമുക്ക് വേറെയും ട്രേഡ് നെയിമിൽ അവൈലബിൾ ആണ്. റോസ്റ്റിൻ 10, റോസുവാസ്, ആട്രോസ്റ്റാവിൻ അല്ലെ, അങ്ങനെയുള്ള പേരുകളിൽ എന്ത് ചെയ്യാണ് നമുക്ക് കിട്ടുവാണ്. ഇതൊക്കെ എന്താണ്? ട്രേഡ് നെയിമാണ്. അപ്പോ ഡോക്ടേഴ്സ്, അപ്പൊ നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മൾക്കറിയാം ഡോക്ടേഴ്സിനെ വീട്ടിലൊക്കെ പോയി കാണുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ട്രേഡ് നെയിമിലുള്ള മെഡിസിൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതെന്തുകൊണ്ടാണ്? ജനറിക് ആയിരിക്കില്ല തരുന്നത്. ഹോസ്പിറ്റലാണെങ്കിൽ ജനറിക് തരും. വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് നെയിമിലുള്ള മെഡിസിൻസ് ആയിരുന്നു തരിക. എന്തുകൊണ്ടാ? ഡോക്ടേഴ്സിന്റെ അടുത്ത് ചില ആളുകൾ ബാഗും തൂക്കി വരാറുണ്ട് അല്ലെ. അവിടെ ആരാണ്? മെഡിക്കൽ റെപ്പാണ് അല്ലെ. മെഡിക്കൽ റെപ്പ് വന്നിട്ട് അവരുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊടുക്കുന്ന മരുന്നുകൾ ഡോക്ടേഴ്സിന് കൊടുക്കും. യെസ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് എന്താണ്?
അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടർ കുറെ പേര് വന്ന് നിൽക്കുമല്ലോ, ക്യൂ നിൽക്കുമല്ലോ ഡോക്ടറെ കാണാൻ. നമുക്ക് ദേഷ്യം വരെ അവര് വന്ന് നിൽക്കുമ്പോൾ അവർ ഇടക്കിട്ടൊക്കെ പോകുന്നത് കാണാം അല്ലെ, കമ്മീഷൻ ബേസ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ആ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മരുന്നുകൾ സെലക്ട് ചെയ്യുകയും പിന്നീട് ആ ഡോക്ടർ എന്ത് ചെയ്യും, ആ മരുന്നുകളായിരിക്കും ഈ രോഗികൾക്ക് എഴുതി കൊടുക്കുന്നത്. അപ്പോ ഈ മരുന്നുകളുമായി ഈ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ചെല്ലുമ്പോൾ ഫാർമസിസ്റ്റ് കൊടുക്കുന്ന മരുന്ന് ആ ട്രേഡ് നെയിമായിട്ടുള്ള മരുന്നായിരിക്കും. അപ്പോ ആശുപത്രിയിൽ നിന്ന് കൊളസ്ട്രോളിന്റെ റൊസാസ്റ്റിൻ എന്ന് പറയുന്ന ജനറിക് മെഡിസിൻ മേടിച്ചൊരു പേഷ്യന്റ് മരുന്ന്, അതായത് മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ റോസുവാസ് എന്ന് പറയുന്ന മരുന്നാണ് കിട്ടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? മെഡിക്കൽ റെപ്പാണോ ഹരിതയുടെ ഹസ്ബൻഡ്? ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് ആയിട്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മെഡിസിൻ എന്ന് പറയുന്നത് റൊസാസ്റ്റിൻ ആയിരുന്നു, പക്ഷെ ഡോക്ടർ എടുക്കുന്ന മരുന്ന് റോസുവാസ് ആയിരുന്നു. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും, കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ. അപ്പോ ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഓക്കെ അല്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യാം, അതായത് ഡോക്ടർമാര് മരുന്നുകളിൽ നമുക്ക് ഒന്നും കൂടി അത് വായിച്ചു നോക്കാം. യൂസ് ഓഫ് ദ ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ടു പേഷ്യൻസ് when different named medicines of the same genera are supplied to the patients. Okay, ഡോക്ടർമാര് വിവിധ തരത്തിലുള്ള ട്രേഡ് നെയിമുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പേഷ്യൻസിന് ഇത് ജനറിക് മെഡിസിൻ ആണോ അല്ലെങ്കിൽ മറ്റു പല മരുന്നുകളാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില പേഷ്യന്റ് പറയും ഇത് ഞാൻ കഴിച്ച മരുന്നല്ലെന്ന് പോലും പറയും, അത് ആ മരുന്നായിരുന്നില്ല. അങ്ങനെയുള്ള തർക്കങ്ങളും മറ്റൊക്കെ നമുക്ക് ഫാർമസിയിൽ കാണാൻ പറ്റും. അപ്പോ ഫാർമസിസ്റ്റ് പറയും ഇല്ല, ഇത് ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെയാണ്, ഇത് വേറെ കമ്പനിയാണ്, അതാണ് അല്ലെ. ചില സമയത്ത് നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർ എഴുതിയിട്ടുള്ള മരുന്ന് ഉണ്ടാവില്ല, അവര് പറയും വേറെ കമ്പനിയുടെ ഉണ്ടെന്ന് പറയും. ഉണ്ടോ, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്. അപ്പൊ നമ്മ എന്ത് ചെയ്യില്ല, അത് മേടിക്കാൻ കൂട്ടാക്കില്ല, കാരണം അത് വേറെ മരുന്നാണെങ്കിലോ എന്ന് തോന്നും. അപ്പൊ അവര് പറയും നമ്മളോട് നിങ്ങൾ പേടിക്കേണ്ടത് സെയിം മരുന്നാണ്, പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കില്ല, ഡോക്ടർ എഴുതിയ മരുന്നാണെങ്കിൽ മാത്രം എനിക്ക് മതി, അങ്ങനെയാ നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ലേ വിചാരിക്കുന്നേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മറ്റ് മെഡിക്കൽ ഷോപ്പിലോട്ട് പോകും, അവിടെ ഉണ്ടാവും നോക്കും. അപ്പൊ അവിടെ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെയാണ് ചില ഡോക്ടേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകൾ പറയാറുണ്ട്, അവിടെ നിന്ന് വാങ്ങിയാൽ മതി, കാരണം അവിടെ ആയിരിക്കും റെപ്രസെന്റേറ്റീവ്സ് കൊണ്ടുപോയി കൂടുതൽ മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. കണ്ടന്റ് കറക്റ്റ് ആണ്. കണ്ടന്റ് കറക്റ്റ് ആണെങ്കിലും ചില ആളുകൾ വാങ്ങിക്കാനായിട്ട് ധൈര്യപ്പെടാറില്ല കേട്ടോ. അതിനകത്തുള്ള എലമെന്റ്സ് കറക്റ്റ് ആണ്, അതായത് സെയിം മെഡിസിൻ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളായിരിക്കും ഉണ്ടാവും, അതായത് കമ്പനി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോ ഓക്കെ ആണല്ലോ. Then 11ാമത്തെ പോയിന്റ് കൂടി നമുക്കൊന്ന് നോക്കാം. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ക്ലിയർ അഡ്വൈസ് ചിലപ്പോൾ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്ന് വരില്ല. അതായത് എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം ഈ മരുന്ന് ഉപയോഗിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതായത് നമ്മൾ പലരും ചെയ്യുന്ന ചില തെറ്റുകളാണ്. ഡോക്ടറുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഷുഗറോ അല്ലെങ്കിൽ എന്താ പറയാ കൊളസ്ട്രോളോ തൈറോയിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നമ്മൾ പോയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളോട് ഡോക്ടർ പറയും എത്ര നാളത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് പിന്നെ വരാനായിട്ട് പറയും, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പിന്നെ വരാനായിട്ട് പറയും. പക്ഷെ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യില്ല, പോകില്ല, കാരണം പൈസ ചെലവാവണമല്ലോ. മരുന്ന് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഡോക്ടർ ഒരു കാലയളവ്, ഇപ്പൊ 1 മാസം ഈ മരുന്ന് കഴിച്ച് ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ പോവുക. അല്ലാതെ നമ്മൾ ആ 1 മാസം കഴിഞ്ഞ് വീണ്ടും ആ മരുന്ന് കഴിക്കേണ്ട അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഭൂരിഭാഗം പേരും അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ എന്നാല് മൈക്ക് ഓൺ ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും കേട്ടോ. സെക്കൻഡേ.
എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക, മൈക്ക് ഓൺ ആകുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നിങ്ങൾ ആദ്യം ഡൗട്ട് ക്ലിയർ ചെയ്യോ, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുക കേട്ടോ. ഇപ്പൊ എത്ര ശ്രമിച്ചിട്ടും മൈക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കുക കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പോയിന്റോ? 2 പോയിന്റ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അതിന്റെ ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.